തലയും വാലും അതിൻ്റെ ഇടയിൽ ഒന്നുമില്ലാത്ത ഒരു വ്ളോഗിലോട്ട് നിങ്ങളെല്ലാവരും നമ്മൾ ക്ഷണിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയ അടി പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഓണാക്കിയൊരു പ്ലാനാണ് ആംസ്റ്റർഡാം ട്രിപ്പ്. അപ്പോൾ ഈ കുഞ്ഞു ട്രിപ്പിന് വലിയ പട്ടിഷ് വറക്കുന്ന എൻ്റെ ഭർത്തുവിനെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മളിനി എയർപോർട്ടിലോട്ടാണ്. ശരിക്കോ അങ്ങനെ നമ്മുടെ ഗാനമേള കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എയർപോർട്ടിലത്തെ പാർക്കിങ്ങിലെത്തി. അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചു. കാരണം 2 പൊട്ടന്മാരായതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ വണ്ടി എവിടെ പാർക്ക് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചോദിക്കും. സോ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചു. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയ സ്ഥലത്താണ് ഈ റോബോട്ട് ഒരു ഫുഡിൻ്റെ റാപ്പും പിടിച്ചിട്ട് അങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആർക്കും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. സെൽഫിഷാണ് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് ഫ്ലൈറ്റ് കയറിയപ്പോൾ എൻ്റെ ഭർത്തു പറഞ്ഞു, ഞാൻ ഉറങ്ങില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല. പക്ഷേ നല്ല ടർബുലൻസും നല്ല ബഹളവും കുട്ടികളുടെ കരച്ചിലൊക്കെ ഉണ്ടായിട്ടും എൻ്റെ ഭർത്തു കൂർക്കം വലിച്ച് കിടന്നുറങ്ങി. അതുകൊണ്ട് തന്നെ പലയിട്ട് പെട്ടെന്ന് നമ്മൾ ആംസ്റ്റർഡാമിൽ എത്തിച്ചു തോന്നുന്നു. അപ്പോൾ നമ്മൾ ഊബർ ബുക്ക് ചെയ്ത് നമ്മുടെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെയും കുറേ ടാക്സി സർവീസ് ഉണ്ട്, പക്ഷേ ഊബർ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഊബറാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ സ്ഥലത്ത് നല്ല ബ്യൂട്ടിഫുൾ വണ്ടിയും ബ്യൂട്ടിഫുൾ ചേട്ടൻ നമ്മളെ ബ്യൂട്ടിഫുൾ ഹോട്ടലിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലെത്തി. മോക്സി ആംസ്റ്റർഡാം ബൈ മാരിയറ്റ് എന്ന് പറയപ്പെടുന്നു. നല്ല ഹോട്ടലാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ വേറൊരു ബ്യൂട്ടി കണ്ട സുഹൃത്തുക്കളെ. നിങ്ങളും കാണും. Camera running. Welcome. We have a surprise. ഇതാണ് നീ നേരത്തെ വിളിച്ചു പറഞ്ഞേ. എടാ സൂക്കി സ്മൂച്ചി. ചെറുതായിട്ടൊന്ന് പാളിയതാണ്. അതാണിപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ. വളരെ അപ്പോൾ ഇതാണ് മോക്സിലത്തെ എൻട്രൻസ്. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഗെയിമിംഗ് സോണും ലെഫ്റ്റ് സൈഡിൽ റിസപ്ഷനും റെസ്റ്റോറൻ്റാണ്. നമ്മൾ ഉദ്ദേശിച്ചൊരു ഹോട്ടൽ ടൂറാണ്, പക്ഷേ കിളികൾ അത് മറന്നുപോയി പോണ വഴി. പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മളൊരു സാധനം കണ്ടു, അതാണിത്. ഹനുമാൻ കൈലിൻ്റെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ആംസ്റ്റർഡാമിൽ വന്നാൽ നമുക്ക് ചെയ്യാനായിട്ട് കുറേ പരിപാടികളുണ്ട്. പക്ഷെ നമ്മളൊരു മാരീഡ് ദമ്പതികളായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അതിലൊന്നും തലയും കാലൊന്നും ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ കൂടുതൽ ടൈമും ചെയ്തത് ആംസ്റ്റർഡാം ലീഗ് ഹാൻഡ് സോക്കർ കളിയാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങളിപ്പോൾ ഉള്ളത് ആംസ്റ്റർഡാമിൽ ഫേമസ് ആയിട്ടുള്ള റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗലായിട്ടുള്ള വൺ ഓഫ് ദ യൂറോപ്യൻ കൺട്രീസ് എന്ന് പറയാം ആംസ്റ്റർഡാം. വൺ എമംഗ് ദ അതർ യൂറോപ്യൻ കൺട്രീസ്. നിങ്ങളെ കണ്ണിൽ കുളിർമണിരിക്കും. വെള്ളത്തിൽ ചോദിച്ചാൽ എനിക്കെന്താ അങ്ങനെ നമ്മൾ പാതിരാത്രി സേഫായിട്ട് റൂമിലെത്തി ഡിം. അങ്ങനെ അതിരാവിലത്തെ ബ്യൂട്ടി ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എൻ്റെ ഭർത്താവ് രാവിലെ എനിക്കൊരു വീഡിയോ എടുത്തു. അത് കേട്ട് അങ്ങനെ കിടന്നുറങ്ങി. പക്ഷെ ഞാൻ എണീക്കുന്ന സമയം എന്ന് പറയുമ്പം സൂര്യൻ ചന്തിയിൽ തട്ടുന്ന സമയം എന്നാണ് അമ്മ പറയുന്നത്. ആ സമയത്ത് എണീക്കാറ്. അങ്ങനെ ഈ സമയത്ത് എണീറ്റു. എന്നിട്ട് നമ്മളൊരു കോഫിയും പിടിച്ച് താഴെ കാറ്റ് കൊള്ളാൻ വന്നിട്ട് കാറ്റ് നമ്മൾ കൊന്നു ഗൈസ്. നല്ല തണുപ്പായിരുന്നു. സാറ് കാക്കയ്ക്ക് ഇത്രയും എക്സ്പ്രഷൻ ഇട്ടത് വേറെ ഒന്നല്ല, മുംബൈയിൽ വന്നപ്പോൾ ഒരു ചെറുതായിട്ടൊരു കാക്ക കൊത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ട്രോമയാണ് പാവം. ഡേ 2 ഓഫ് ആംസ്റ്റർഡാം തെണ്ടലിന് നമ്മൾ റെഡിയായി, കുട്ടപ്പനും കുട്ടപ്പയായി ഇറങ്ങി. അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി പോയ ആ സ്ട്രീറ്റിൽ നിന്ന് രാവിലെ എങ്ങനെയാണ് പരിപാടി നോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ആ സ്ട്രീറ്റിൽ കൂടെ തേരാപാറ നടന്നു.
അങ്ങനെ കുറച്ചുകൂടെ ഷോപ്സ് എല്ലാം കാണാൻ പറ്റി. കാരണം ആ സമയത്തും എല്ലാം ഓപ്പൺ ആയിരുന്നു, ഭയങ്കര ക്രൗഡായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഈ സ്ട്രീറ്റിൽ വെറുതെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റും, ഒട്ടും ക്ഷീണം തോന്നില്ല. അപ്പോൾ നമ്മൾ കുറേ കടയിൽ പോയിട്ട് എന്തൊക്കെയോ വാങ്ങിച്ച് കഴിച്ചു. എല്ലാം കടയും അവിടെ കുറേ കടകൾ, കുറേ സാധനങ്ങളുണ്ട്. കുറേ ഒന്നും വീടെടുക്കാൻ പറ്റില്ല, പക്ഷേ നല്ല രസമുള്ളൊരു പരിപാടിയാണ് പരിപാടി. ചിരിക്കണേ എന്തിനാണ് ചിരിക്കണേ? ലൈറ്റ്സ് ഒക്കെ വന്നു. ഗൈസ്, നമുക്ക് രണ്ടുപേർക്കും ഒരു അസുഖമുണ്ട്. അതായത് ചിരി നിർത്താൻ പറ്റില്ല ചില സമയത്ത്. അങ്ങനെ ചിരി നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ സ്ട്രീറ്റിൽ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കുറച്ച് നിങ്ങൾ നോക്കാതിരിക്കാം. അങ്ങനെ ചിരിച്ച് ക്ഷീണിച്ച് നമ്മളെ തന്നെ ഒന്ന് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കനാലിൻ്റെ സൈഡിൽ വന്നിരുന്നു. കാറ്റും കൊള്ളാം, ആ ബോട്ടിൽ പോകുന്ന എല്ലാവരും വായ നോക്കുകയും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ പോയി. പക്ഷേ ഈ ഒരു പരിപാടിയാണ് ഇവിടെ ഡെയിലി കാണാൻ ഏറ്റവും ഭംഗി. അതിൽ പാർട്ടി ഉണ്ടാവും, ചില ഇങ്ങനത്തെ ബോട്ട്സിൽ പാർട്ടി ഉണ്ടാവും, അങ്ങനെ വേറെ വേറെ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് റീചാർജായി വീണ്ടും ഇറങ്ങി അറിയാതെ എത്തിപ്പെട്ട സ്ഥലമാണ് ഈ ഡാം സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലമാണ് തോന്നുന്നു. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഐറ്റിനറി ഒന്നും ഉണ്ടായില്ല, പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് നമ്മൾ നടന്ന് എവിടേക്ക് എത്തുന്നു അതൊക്കെയാണ് നമ്മൾ കണ്ട സ്ഥലങ്ങൾ അവിടെ. പക്ഷെ നല്ല രസമുള്ള പരിപാടിയായിരുന്നു, പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഈ സ്ട്രീറ്റ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഒരു 10 വട്ടം കറങ്ങിയെത്തിയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മളെല്ലാം സമയത്തും സെയിം എക്സൈറ്റ്മെൻറ്റ് കാണിച്ചു ആ സ്ഥലം കണ്ടിട്ട്. സെൻട്രൽ സ്റ്റേഷൻ വേറെന്തോ അറിയില്ലെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ കോൺഫിഡൻസ് കണ്ടു ഗൈസ്, അതിലാണ് കാര്യം. അങ്ങനെ നമ്മൾ ഈവനിങ് ആകുമ്പോഴേക്കും റൂമിലെത്തി. കാരണം കിളികൾ എക്സ്പ്ലോർ ചെയ്ത് ക്ഷീണിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം റൂമിൽ വന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. റെസ്റ്റ് എടുത്ത് എണ്ണീറ്റപ്പോഴേക്കും രാത്രി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഹാൻഡ് സോക്കർ യുദ്ധത്തിന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ യുദ്ധത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ ഭർത്തും. അതിൽ ഞാൻ വിജയകരമായിട്ട് തോറ്റു. അത് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ എൻ്റെ ഭർത്തുവിൻ്റെ അധിക പ്രസംഗമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഒരു കയ്യിൽ പെപ്സി ഫോണാണ്, എന്നിട്ട് കളിച്ചിട്ട് ആ പോയിന്റ് കൂട്ടുന്നതാണ്. എന്നിട്ട് ജയിക്കുന്നുണ്ട്, എന്നിട്ടും ഇല്ല. കാരണം ഞാനും എൻ്റെ പിള്ളേർ സ്ട്രോങ് ആണ്, ഡബിൾ സ്ട്രോങ്. ഇനി ഒഴിഞ്ഞ പോസ്റ്റിൽ ഗോൾ അടിക്കും, അതും പറ്റില്ല. തോറ്റിട്ട് തൂറാൻ കിട്ടുന്നല്ലോ നിനക്ക്, അപ്പിടണം. മുട്ട ചാമ്പ്യൻ അടുത്ത തോൽവിക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 പ്രാവശ്യം തോറ്റ്, 6ാമത്തെ പ്രാവശ്യം 5-0 മാന്യമായി തോറ്റു. ഒഴിഞ്ഞ കോർട്ടിൽ ഇനി കളിക്കുന്നുണ്ട്. 3 പ്രാവശ്യം ദയനീയമായി പരാജയപ്പെട്ട ആളുടെ അഹങ്കാരമാണെന്ന് കാണാം. അപ്പോൾ എന്താണ് ലാസ്റ്റ് 5-1 ദയനീയമായ പരാജയം. എൻ്റെ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞു. ഇനി ഞാൻ വെറുതെ കുട്ടിക്ക് വേണ്ടിയിട്ട്, അനാഥ മന്ദിരത്തിന് വേണ്ടിയിട്ട് കളിക്കുന്നു. തകർന്നു കളി കളിച്ച് ജയിക്കാൻ നോക്കിയ കുഞ്ഞ ഗെയിംസ് അതെന്താ കുഞ്ഞു ഗെയിമിന് വിഷമായി. എത്രയോ വെല്ലുവിളികൾ. 6 കളി കളിച്ചിട്ട് 6ഉം പൊട്ടി. 6ാമത്തെ കളി പൊട്ടിയത് 5-0. നിനക്ക് പോയിട്ടേ ഇതിൻ്റെ ഉയർന്ന് പോയിട്ട് ആ കായലിലേക്ക് എടുത്ത് ചാടിപ്പോ. എന്താന്ന് വെച്ചാൽ നമ്മൾ ഏഷ്യൻ ന്യൂസിന്റെ ഡിബേറ്റിലല്ല എനിക്ക് മനുഷ്യാവകാശം തോറ്റവർക്കൊരു അവകാശമില്ല, തോൽവി.
സന്തോഷമായി ഗൈസ്. നമ്മുടെ വേറൊരു എന്താണെന്ന് വെച്ചാൽ ഇവിടെ റൂം, അവിടെ ലോണ്ടറി റൂമാണ്. അപ്പോൾ നമുക്ക് വയ്യ. അങ്ങനെ തോറ്റ ക്ഷീണത്തിന് ഞാൻ പെട്ടെന്ന് കിടന്നുറങ്ങി. കൂടെ എൻ്റെ ഭർത്താവുജിയും എൻ്റെ സ്വപ്നത്തിൽ വന്ന് എന്നെ കുത്താൻ വേണ്ടിയിട്ട് ആളും പെട്ടെന്ന് കിടന്നുറങ്ങി. ഇതിനാണ് ഗൈസ് നമ്മുടെ നാട്ടിൽ ചെകുത്താൻ്റെയും കടലിൻ്റെയും ഇടയിൽ നിൽക്കുക എന്നറിയാം. ഇപ്പം ഇരിക്കുകയാണ്. എന്നാലും അങ്ങനെ ബർത്തു റെഡിയായി. ഞാൻ ബർത്തുവിൻ്റെ ഷർട്ട് ഇട്ട് റെഡിയായി. ഞാനിവിടെ കാര്യമായി ബോട്ട് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരാള് കുറേ നേരമായിട്ടിരുന്ന് കുത്തുന്നുണ്ട്. അപ്പം എന്താ പറയുക, ബ്യൂട്ടിഫുൾ സീനറി. അങ്ങനെ റൂമിൻ്റെ പുറത്ത് ഇറങ്ങിയതും എൻ്റെ ഭർത്താവ് ഒരു നാഗവലനായിട്ട് മാറി ഗൈസ്. വണക്കം വണക്കം ചെന്നൈ. நாங்கள் இப்போ உள்ளது ஆம்ஸ்டர்டாம். பாருங்கள் எங்களுடன் ஹோட்டல் வியூ எப்படி இருக்குது பாருங்கள். செம்மையாக இருக்குல்ல. நாங்கள் வந்து இப்போ ஆம்ஸ்டர்டாம் தெருவில் கண்ணா பின்னா இடம் போல அலைஞ்சிட்டு இருக்கு காய்ஸ். நான் இப்போ என்ன பேசிட்டு இருக்குன்னு எனக்கே தெரியாது. ஏன்னா நான் வந்து அவுட் கம்ப்ளீட்லி. Outfit check. Tom 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 tom. വ്ളോഗിൽ പങ്കുചേരാറുണ്ട്. ഓ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ആംസ്റ്റർഡാം അയ്യോ ആംസ്റ്റർഡാം അമ്മേ. തുടക്കം തന്നെ പാടിയിരിക്കുകയാണ്. അങ്ങനെ ഒരു വെറൈറ്റിക്ക് നമ്മൾ ഹോളുണ്ട്, അതായത് വിൻമിൽസിന് ഫേമസ് ആയ ഒരു സ്ഥലമാണ്. അപ്പോൾ അത് ഈ നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 20-30 മിനിറ്റ്സ് ഡ്രൈവാണ്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. നാളെ ഈവനിങ് നമ്മൾ ഇവിടുന്ന് തെറിക്കും, അതായത് തിരിച്ച് സ്വീഡനിലേക്ക് പോകും. തെറിക്കും. കർമ്മൻ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ല ഗൈസ്, അതാണിത്. ഭർത്തുവിൻ്റെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കിളി പോയി. അങ്ങനെ ഞാൻ ഉറങ്ങണ വീഡിയോയും ഭർത്തുവിനെ കിട്ടി. അങ്ങനെ ഉറങ്ങി നമ്മളെത്തി ഹോളണ്ടിൽ. അങ്ങനെ ആദ്യം നമ്മൾ കയറിയതാണ് ഷൂ മ്യൂസിയം. അത് ഈ ഒരു റോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഷൂന്ന് കയറി ഷൂന്ന് ഇറങ്ങി ഷൂനെ കണ്ട് നമ്മൾ പോയി. അങ്ങനെ ആ വിൻമിൽസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ബോട്ടിൽ കയറിയിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ ഗൈഡ് കേരളത്തിനെ പറ്റി പറയണു. കാറ്റ് കാരണം ആൾ പറയണത് അത്ര ഓഡിബിൾ അല്ല. പക്ഷേ ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആൾ കേരളത്തിൽ വന്നിട്ടുണ്ടെന്നും നാട്ടിലത്തെ ബസ്സിലിരുന്ന ആൾ പേടിച്ചിട്ടുണ്ടെന്നും കൂടാതെ അവിടുത്തെ ഫുഡൊക്കെ നല്ലതാണ്. അങ്ങനെ എല്ലാം വിൻമിൽസിനും അതിൻ്റേതായ പരിപാടിയും കഥകളൊക്കെ ഉണ്ട്. അതെല്ലാം കേട്ട് നമ്മൾ ഐസ്ക്രീം മണത്ത് ഐസ്ക്രീം കഴിക്കാൻ പോയി. നോക്കിയപ്പോൾ അവിടെയും I am coming from Sweden now, but I'm basically from India. Namaste. Namaste. I find Hindi much nicer than Swedish. Really? The language. Language, yeah. And why? I haven't been in Sweden, but India is one of my favorite countries. Good to hear that. Namaste. Namaste. അവിടെ അതല്ലാണ്ട് വേറെയും ഹോട്ട് ചോക്ലേറ്റ്, പിന്നെ ചീസിൻ്റെ അത് ഇത് അങ്ങനെ കുറേ പരിപാടികളുണ്ട്. കുറേ കാണാനുണ്ട്, കുറേ നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒക്കെ വാങ്ങിച്ച്, ഇത് നേരത്തെ ആ ഷൂ മ്യൂസിയമിലത്തെ ഒരു സെക്ഷനാണ്. അത് വീണ്ടും അവിടെ കുത്തിക്കയറ്റി എഡിറ്റ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഇവിടെ ഇടുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ബ്യൂട്ടിഫുൾ വണ്ടി. എല്ലാം വണ്ടി ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. അങ്ങനെ മുകളിൽ സ്കൈ ഒക്കെ കണ്ട് കിടന്നുറങ്ങി പോവാം. ഞങ്ങളങ്ങനെ ആംസ്റ്റർഡാമിൻ്റെ ഏതോ തിരക്കുള്ള സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഈ ഡക്ക് ഷോപ്പ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സ്ട്രീറ്റിൽ പല സ്ഥലത്തായിട്ട് ഇത് കണ്ടു. ആ കടയിൽ വെറും താറാവിൻ്റെ ടോയ്സ് മാത്രമേ ഉള്ളൂ.
അങ്ങനെ ബർത്തൂൻ്റെ താരാവരോധനമൊക്കെ കേട്ട് നമ്മൾ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോഴാണ് സ്ട്രീറ്റിൻ്റെ സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ ഈ മാജിക് മഷ്റൂംസ് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലീഗലായ കുറേ സാധനങ്ങളൊക്കെ കാണാൻ പറ്റാം. അത് കണ്ട് രസിക്കാം. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു രാത്രി വരെ അവിടെ ഇരുന്ന്, കാരണം നമ്മൾ നെക്സ്റ്റ് രാവിലെ തിരിച്ചു പോവാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം കറങ്ങിയിട്ടാണ് രാത്രി റൂമിലെത്തി. അപ്പോൾ ഞങ്ങൾ 3 ദിവസത്തെ ആംസ്റ്റർഡാം സ്റ്റേ കഴിഞ്ഞിട്ട് ഇപ്പോൾ റൂം ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. അവിടെ കാര്യമായ ചെക്കൗട്ട് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനമായിട്ട് ഒന്നുകൂടെ നമ്മുടെ വ്യൂ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ, ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ പോകും. അങ്ങനെ നമ്മൾ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മളൊരു വെറൈറ്റി കുസിൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് ഊബർ ബുക്ക് ചെയ്തു അവിടെ പോയി. അവിടെ നമുക്ക് സന്തോഷം കൊണ്ടാണ് തോന്നുന്നു, ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറേ ചിരിച്ചു. പിന്നെ ഫുഡ് വന്നപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ മറന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് അവിടുന്ന് ഇറങ്ങി. നമ്മൾ കുറച്ചുകൂടെ കറങ്ങിയിട്ട് എയർപോർട്ട് പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് എയർപോർട്ട് പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്കാണ് കിളികൾക്ക് വേറൊരു കോമഡി കത്തിയ. ഞാൻ പറഞ്ഞത് ലൈറ്റ് വരട്ടെ. നീലക്കുയിൽ എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇതാണ് നീലക്കുയില് അപ്പോൾ നമ്മളുള്ള സ്ഥലത്തിൻ്റെ പേരാണ് ഏരിബർട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ചിരി അസുഖം തരണം ചെയ്ത് എയർപോർട്ടിൽ സമയത്തെത്തി. കോമ്പറ്റീഷൻ തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓടി കളിച്ച് ലാസ്റ്റ് രണ്ടുപേരും ക്ഷീണിച്ചു. അങ്ങനെ മസാജ് എടുക്കേണ്ടി വന്നു. ഞാനും എടുത്തു. അങ്ങനെ നമ്മൾ മസാജൊക്കെ കഴിഞ്ഞ് ഗേറ്റിൻ്റെ അവിടെ എത്തി തിരിച്ച് വീട്ടിലോട്ട് പോകാൻ. പക്ഷേ പെട്ടെന്ന് നല്ല ട്രിപ്പാണെങ്കിലും നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. എൻ്റെ ഭർത്തു 3 ദിവസം വീട്ടിൽ വന്നിട്ട് ആംസ്റ്റർഡാം ഹോളണ്ട് എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു.